നമ്മളിൽ പലർക്കും തൈപ്പൂയം വരുമ്പോൾ ഒരു വിഷമം വരും. പലർക്കും ഉണ്ടാകുന്നതാണിത്. എനിക്ക് വ്രതം ഇരിക്കാൻ പറ്റില്ലല്ലോ, പൂർണ്ണ ഉപവാസം ചെയ്യാൻ കഴിയില്ല, കാവടി എടുക്കാനുള്ള ശരീരത്തിനുള്ള ശക്തിയില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് സങ്കടപ്പെടുന്ന പലരുമുണ്ടാവും അല്ലേ? അപ്പോൾ ഒരിക്കലും നിങ്ങളതിന് വിഷമിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മുരുക ഭഗവാൻ ഒരിക്കലും നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എനിക്കിത് അങ്ങനെ ഇരിക്കണം, ശരീരത്തെ കഷ്ടപ്പെടുത്തി നീ എനിക്ക് വ്രതം ഇരിക്കണം, അങ്ങനെയൊന്നും പറയുന്നില്ല. വ്രതം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മുരുകനിൽ നിന്നും അകന്നു പോകുന്നില്ല. വേദനയുള്ള ശരീരമാണ്, ക്ഷീണിച്ച മനസ്സാണ്. ഇതൊന്നും മുരുകൻ അതൊന്നും അതുകൊണ്ടൊന്നും നിങ്ങളെ അകറ്റി നിർത്തില്ല. ഈ വീഡിയോ വ്രതം ഇരിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ്. കാവടി എടുക്കാനോ അല്ലെങ്കിൽ അന്നത്തെ ദിവസങ്ങളിൽ ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ ശരിയായ രീതിയിലൊന്നും ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്നാൽ അതിൻ്റെ ആഗ്രഹമുണ്ട്, അങ്ങനെ മനസ്സ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. തൈപ്പൂയ ദിവസം വ്രതം ഇരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു വിഷമം ഉണ്ടാവും. എനിക്കിതിനൊന്നും പറ്റില്ലല്ലോ, ഞാൻ കാവടി എടുക്കാനുള്ള ശക്തി എൻ്റെ ശരീരശക്തി ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ ഉപവാസം ഇരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പലരും ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മുരുകൻ അങ്ങനെ ആളുകളെ പിന്മാറ്റുന്ന ഒരു ആളല്ല, ഒരു ദൈവമല്ല. തൈപ്പൂയ ദിവസം വ്രതം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ വ്രതം മാത്രമല്ല, എല്ലാ വ്രതങ്ങളും അങ്ങനെ തന്നെയാണ്. അത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനുള്ള ഒരു ദിവസമാണ്. നമ്മൾ ദിവസേന ജീവിക്കുന്ന ജീവിത രീതിയിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമം, അത്രയേ ഉള്ളൂ. വ്രതം ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എനിക്കിത് വേണം, എനിക്കത് വേണം എന്ന് പറയാനുള്ള ഒരു ദിവസമല്ല. ഞാൻ എവിടെയാണ് തെറ്റുന്നത്, എവിടെയാണ് ഞാൻ അലസനാകുന്നത് എന്ന് ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ തൈപ്പൂയ ദിവസം വ്രതം തുടങ്ങുന്നത് തന്നെ അന്നത്തെ ദിവസം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കണം അതൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് തുടങ്ങുന്നതിന് മുൻ ദിവസം രാത്രിയാണ് തുടങ്ങുന്നത്. മുൻ ദിവസം രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ മനസ്സിലൊരു തീരുമാനം എടുക്കണം, നാളെ ഞാനൊന്ന് ശാന്തമായി ജീവിക്കണമെന്ന്. അത്രമാത്രം മതി. വലിയ നേർച്ചയോ വലിയ വാക്കുകളോ ഒന്നുമില്ലാതെ ഈ ഒരു തീരുമാനം എടുത്താൽ മതി. അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്നിലൊരു വ്യത്യാസം ഉണ്ടാവണം. എപ്പോഴുമുള്ള പോലെ ബിസിയായിട്ടിരിക്കേണ്ട, മൊബൈലെടുത്ത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് സമയം ചിലവഴിക്കേണ്ട, ഒന്ന് നിശബ്ദമായി കുറച്ച് സമയം ദൈവത്തോടൊപ്പം ചേർന്ന് ഇരിക്കാനുള്ള ഒരു ശ്രമം. അപ്പോൾ അതിന് കുളിക്കണം എന്ന് പോലുമില്ല, അത് ശരീരത്തിന് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരുപാട് മുരുകഭക്തരുണ്ട്. അവരൊക്കെ ചെയ്യേണ്ടത് കുളിക്കണമെന്നില്ല, കുളിച്ചാൽ നന്നാണ്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ മതി അതായത് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. മുരുകൻ നോക്കുന്നത് വസ്ത്രത്തിൻ്റെ നിറമോ അല്ലെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. അന്നത്തെ ദിവസം രാവിലെ ഒരു വലിയ പൂജ വേണ്ട, ഒരു വിളക്ക് കത്തിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ പോലുമുള്ള സാഹചര്യങ്ങളില്ല എങ്കിൽ പോലും ഭഗവാൻ ഒരിക്കലും അവിടെ നിങ്ങളോട് ദേഷ്യപ്പെടില്ല. മനസ്സിലൊരു വിളക്ക് കത്തിക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട് അല്ലേ? മനസ്സിലൊരു വാക്ക് പറഞ്ഞാൽ മതി, മുരുക ഇന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുകയാണ്, എന്നെ സഹായിക്കണം. ഇത് പറയാൻ നാക്കുകൾ ശുദ്ധമായിരിക്കണമെന്നില്ല, ഉച്ചാരണം ശരിയാകണമെന്നുമില്ല, ഹൃദയത്തിൽ സത്യം മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ, വ്രതം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്നത് അതാണ്. സത്യം പറഞ്ഞാൽ ഈ പൂർണ്ണ ഉപവാസം മുരുകൻ നിർബന്ധമാക്കിയിട്ടില്ല. നിങ്ങളുടെ ശരീരം ക്ഷീണിപ്പിച്ച് നീ വീണാൽ അത് വ്രതമല്ല. ലഘുവായ ഭക്ഷണം കഴിക്കാം, പാൽ കഴിക്കാം, പാൽ കുടിക്കാം, പഴം കഴിക്കാം, ഇളനീർ കുടിക്കാം, കഞ്ഞി കഴിക്കാം. നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരുമെങ്കിൽ, നിങ്ങൾക്ക് ഊർജം വേണമെങ്കിൽ അല്പം കഴിച്ചാലും തെറ്റില്ല. മുരുകൻ നീ കഴിച്ചോ കഴിച്ചില്ലയോ എന്ന് നോക്കുന്ന ദൈവമല്ല, നിങ്ങളുടെ മനസ്സ് എങ്ങനെയുണ്ട് എന്നതാണ് നോക്കുന്നത്. വ്രതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഭക്ഷണമല്ല, വാക്കുകളും ജീവിതചര്യയുമാണ്. അന്നേ ദിവസം ആരോടും ചൂടായിട്ട് സംസാരിക്കരുത്. ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം വരുമ്പോൾ ഒന്ന് നിശബ്ദമായി ഇരിക്കാൻ ശ്രമിക്കണം. വീട്ടിൽ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഉള്ളിൽ പിടിച്ചു വെക്കരുത്.
അത് ഇന്നത്തേക്കില്ല എന്ന് മനസ്സിൽ പറയുക. അതാണ് വ്രതം. അന്നത്തെ ദിവസം ചീത്ത വാക്കുകൾ പറയരുത്, ആരെയും അപമാനിക്കരുത്, കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ വലിയ കാര്യങ്ങളായി തോന്നില്ല, പക്ഷേ ഇതൊക്കെയാണ് ഏറ്റവും കഠിനമായ വ്രതങ്ങൾ. അതൊക്കെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കഠിനം എന്ന് ഉള്ള വാക്ക് പറഞ്ഞത്. ഭക്ഷണം ഉപേക്ഷിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ ആ കോപം ഉപേക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണ്. മുരുകൻ നമ്മളിൽ നിന്ന് ചോദിക്കുന്നത് ഈ ബുദ്ധിമുട്ടുള്ള വ്രതങ്ങളാണ്. ഫോണിൻ്റെ ഉപയോഗം അന്നത്തെ ദിവസം കുറച്ചാൽ നന്നായിരിക്കും. മുഴുവനായി ഉപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ആവശ്യമില്ലാത്ത സ്ക്രോളിംഗ് ഒഴിവാക്കണം. വ്രതം എന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, ലോകത്തിനുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം ഉള്ളിലേക്ക് നോക്കുക എന്നതാണ്. കാവടി എടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞാൽ, കാവടി എടുക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന് മനസ്സിൻ്റെ ശക്തി വേണം, ശരീരത്തിന് കരുത്ത് വേണം. പക്ഷെ കാവടി എടുക്കാത്തവർ കുറഞ്ഞ ഭക്തരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും മുരുകൻ അത് പറഞ്ഞിട്ടില്ല. കാവടി അത് പുറത്ത് കാണുന്ന വ്രതമാണ്. നിങ്ങളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അത് ഉള്ളിലെടുക്കുന്ന വ്രതമാണ്. ഉള്ളിലെ വ്രതം ശരിയായാൽ പുറത്തെ വ്രതം ഇല്ലെങ്കിലും മുരുകൻ സ്വീകരിക്കും. അന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു മുരുകൻ്റെ മന്ത്രം കേൾക്കുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വെറുതെ ഭഗവാനെ ഒന്ന് ഓർത്തു നോക്കുക. വലിയ മന്ത്രങ്ങളൊന്നും വേണ്ട, മുരുക എന്ന് വിളിച്ചാൽ മാത്രം മതി. അതിന് തന്നെ ഭയങ്കര പവറാണ്. രാത്രിയാകുമ്പോൾ ഒരു നന്ദി പറഞ്ഞാൽ മതി. ഇന്ന് ഞാൻ ഒന്ന് ശാന്തനായിരുന്നു, എന്നെ നിയന്ത്രിക്കാൻ സഹായിച്ചതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ തൈപ്പൂയ വ്രതം ഒരു ദിവസത്തിനുള്ളിൽ തീരുന്ന കാര്യമല്ല, അതൊരു തുടക്കമാണ്. അന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ മുരുകൻ അത് കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം. അവൻ നിൻ്റെ ഭക്ഷണ പട്ടിക നോക്കില്ല, നിങ്ങളുടെ നേർച്ചയുടെ വലിപ്പം നോക്കില്ല, നിങ്ങളുടെ മനസ്സാണ് മുരുകൻ നോക്കുന്നത്. ഇതാണ് ഒരു മുരുകഭക്തൻ തൈപ്പൂയ ദിവസവ്രതം ഇരിക്കേണ്ട ശരിയായ വഴി. ഇത് കേൾക്കുന്ന ഒരാൾ പോലും ഇന്ന് ഞാൻ ഒന്ന് ശാന്തനാകാം എന്ന് തീരുമാനിച്ചാൽ അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശവും.